കോംപ്ലക്സ് ഡിഫറൻസിയേഷൻ. കോംപ്ലക്സ് ഡിഫറൻസിയേഷൻ നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് ആദ്യമേ അറിയണം അല്ലേ? നമുക്കറിയാം കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് ഐ ടേം വരുന്നതാണെന്ന്. ഐ ടേം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇമാജിനറി ടേം ആണ് ഐ ചേർത്ത് വരുന്നത്. ഒരു ഇമാജിനറി ടേമും കൂടെ വരുന്നതിനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾക്ക് ചെയ്യാനുള്ളത് ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന നമ്പർ അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. ഇതാണ് നമ്മളുടെ മെയിൻ ഫംഗ്ഷൻ ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് I y. അതിനകത്ത് a complex number z is of the form z is equal to x plus I y where x and y are real numbers and I is a symbol which such that I square is equal to -1. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന ബേസിക് കാര്യങ്ങളാണ്. എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നത് ഇസഡ്, അത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. നമ്മളൊരു കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ്. അവിടെ എക്സും വൈയും എന്ന് പറയുന്ന റിയൽ നമ്പേഴ്സ് ആണ്. ഐ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി പാർട്ടിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ എന്ന് പറയുന്നത് √(-1) ആണ്. ഐ സ്ക്വയർ ഇസ് ഇക്വൽ ടു -1 ആണ്. വാല്യൂ ഓഫ് ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ്. ഓക്കെ, ദെൻ സിമ്പിൾ ഐ ഈസ് യൂഷ്വലി കോൾഡ് ദ ഇമാജിനറി യൂണിറ്റ്. എക്സ് ഈസ് കോൾഡ് ദ റിയൽ പാർട്ട് ഓഫ് ഇസഡ് ആൻഡ് വൈ ഈസ് കോൾഡ് ദ ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ്. അത് നമ്മൾ ഓർക്കണം. എക്സ് എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് ഇസഡ് ആണ്. വൈ എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് ആണ്. നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസിനകത്ത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നമുക്ക് കൃത്യമായിട്ട് കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്, അത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള ഒരു ഫോമിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്, കോംപ്ലക്സ് നമ്പർ ആണ് നമുക്കെങ്കിൽ എക്സ് എന്ന് പറയുന്നത് റിയൽ പാർട്ടും വൈ അതായത് ഐയുടെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന ടേംസ് എല്ലാം എന്തായിട്ട് വരും? ഇമാജിനറി പാർട്ടായിട്ട് വരും. So, and we write as x is equal to real part of z, re of z, real part of z, and y equal to imaginary part of z, that means im of z. Then, the modulus of z is defined as r is equal to modulus of z. നമ്മൾ ഈ modulus of z നെ നമ്മൾ r ആയിട്ടാണ് എടുക്കുന്നത്. r equal to modulus of z which is equal to √(x square plus y square). And the amplitude of argument of z is equal to theta equal to argument of z which is equal to tan inverse of y by x. Slope നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള സ്ലോപ്പ് അത് കോംപ്ലക്സ് ടേംസിലോട്ട് വരുമ്പോഴത്തേക്കും tan inverse of y by x എന്ന് ആവുന്നു. Thus, a complex number z can be represented as z is equal to r into cos theta plus I sin theta. പോളാർ ഫോമിൽ നമുക്ക് ഇങ്ങനെയും z നെ റെപ്രസെന്റ് ചെയ്യാം. r into cos theta plus I sin theta. r എന്താണ്? മോഡുലസ് ഓഫ് z which is equal to √(x square plus y square) ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളിനകത്ത് ബേസിക് നമുക്ക് കോംപ്ലക്സ് ഡിഫറൻസിയേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ബേസിക് എന്ന് പറയുന്നത് z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ്. എക്സ് എന്ന് പറയുന്ന റിയൽ പാർട്ടാണ്, വൈ എന്ന് പറയുന്ന ഇമാജിനറി പാർട്ടാണ്. മോഡുലസ് ഓഫ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √(x square plus y square) ആണ്. ഇത്ര ഓർത്തിരിക്കണം. ഓക്കെ, if for each z in a region R of the complex plane, there is a rule which assigns a complex number w to z. Then the rule defines a function of the complex variable z and this relationship is designated by w equal to f of z. അപ്പോൾ കോംപ്ലക്സ് അനാലിസിസിനകത്ത് അല്ലെങ്കിൽ കോംപ്ലക്സ് ഡിഫറൻസിയേഷനകത്ത് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ആവശ്യമാണ്. നമുക്കറിയാം z എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് ഐ വൈ ആണല്ലോ. ദെൻ എഫ് ഓഫ് ഇസഡ്, എ ഫംഗ്ഷൻ ഓഫ് ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഡബ്ല്യു ആണ്. ഓക്കെ, ഈ നെയിം ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതായത് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് വൈ പ്ലെയിനിലുള്ളതാണ്. ഡബ്ല്യു എന്ന് പറയുന്ന ഫംഗ്ഷൻ യു വി പ്ലെയിനിലുള്ളതാണ്. യു വി, ദാറ്റ് മീൻസ് ഡബ്ല്യു എന്ന് പറയുന്നത് യു വി പ്ലെയിനിലുള്ളതാണ്. ടേംസ് എന്ന് പറയുന്നത് യുവും വിയും ആയി മാറും. Thus, w is equal to z square, w is equal to cos z, w is equal to e raised to z, etc. are functions of z. അപ്പം നമ്മൾ പറയുന്നത് എന്താണ്? w എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് z ആണെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇനിയിപ്പോ ചെയ്യുന്നത് ഈ എഫ് ഓഫ് ഇസഡ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് വേണ്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ എഫ് ഓഫ് ഇസഡ് വരുന്നതിനെ എങ്ങനെ നമുക്ക് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുമായിട്ട് മാറ്റാൻ പറ്റും, അതാണ് ബേസിക്കലി നമ്മൾ അറിയേണ്ട കാര്യം. ഓക്കെ, അപ്പം നോക്കിയേ, എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ്. അപ്പൊ നമ്മുടെ ഡബ്ല്യു എന്താണ്? ഇസഡ് ആണ്.
ഓക്കെ, ഡബ്ല്യു എന്ന് പറയുന്നത് യുവിന്റെയും വിയുടെയും ടേംസ് വരുന്നതാണ്. അതിന് നമ്മൾ യു പ്ലസ് ഐ വി എന്ന് പറയും. ഓക്കെ, യു പ്ലസ് ഐ വി. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ യു പ്ലസ് ഐ വി ആണ്. ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ, എക്സിന്റെയും വൈയുടെയും പ്ലെയിനിൽ വരുന്നതാണ് ഇസഡ്. ഡബ്ല്യു എന്ന് പറയുന്നത് യു വി പ്ലെയിനിൽ വരുന്നതാണ് യു പ്ലസ് ഐ വി. ഓക്കെ, അപ്പോ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് ആണ്. ഇസഡ് എന്താണ്? എക്സ് പ്ലസ് ഐ വൈ ആണ്. എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യുവിനോട് ഈക്വൽ ആണ്. ഡബ്ല്യു എന്താണ്? യു പ്ലസ് ഐ വി ആണ്. സോ നമുക്ക് യു പ്ലസ് ഐ വി ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതി കൂടെ? അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഡബ്ല്യുവിനോട് ഈക്വൽ ആണ്, ഡബ്ല്യു എന്ന് പറയുന്നത് യു പ്ലസ് ഐ വിയോട് ഈക്വൽ ആണ്. ദെയർഫോർ യു പ്ലസ് ഐ വി ഈക്വൽ ടു ഇസഡ്. ഇസഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണ്. അങ്ങനെയാവുമ്പോൾ നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ ഈ ഒരു ഇക്വേഷനെ നമുക്ക് കമ്പയർ ചെയ്തൂടെ? കമ്പയർ ചെയ്യാമല്ലോ. റിയൽ പാർട്ടിനെയും ഇമാജിനറി പാർട്ടിനെയും കമ്പയർ ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ റിയൽ പാർട്ട് എന്തായി? റിയൽ പാർട്ട് എന്താണിത്? യു ആണ് അല്ലെ. യു എന്ന് പറയുന്നത് ഏതിനോട് ഈക്വൽ ആയിരിക്കും? എക്സിനോട് ഈക്വൽ ആയിരിക്കും. അപ്പൊ റിയൽ പാർട്ടിൽ നിന്ന് നമുക്ക് കിട്ടി യു ഈക്വൽ ടു എക്സ് ആൻഡ് ഇമാജിനറി പാർട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വി ഈക്വൽ ടു വൈ. അപ്പൊ നമ്മൾ തന്നിരുന്ന എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നിന്ന് റിയൽ പാർട്ടിനെയും ഇമാജിനറി പാർട്ടിനെയും സെപ്പറേറ്റ് ചെയ്ത് മാറ്റി. യു എക്സും കിട്ടി, വി എന്ന് പറയുന്നത് വൈയും കിട്ടി. അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യം എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഡബ്ല്യുവിനോട് ഈക്വൽ ആണ്. അത് എന്തിനോട് ഈക്വൽ ആണ്? യു പ്ലസ് ഐ വിയോട് ഈക്വൽ ആണ്. യു നമുക്ക് കിട്ടിയത് ഏത് ഫംഗ്ഷൻസ് ആണ്? എക്സിന്റെ ഫംഗ്ഷൻസ് ആണ്. വി കിട്ടിയേക്കുന്ന വൈ അല്ലെങ്കിൽ എക്സ് വൈ ഫംഗ്ഷൻസ് ആയിരിക്കും യു വരുന്നത്. വിയും എന്തായിരിക്കും? എക്സ് വൈ ഫംഗ്ഷൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിനെ യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ എഴുതാമല്ലോ. ഇതാണ് ജനറലൈസ്ഡ് ഫോം. ഓക്കെ, എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു. ഡബ്ല്യു എന്ന് പറയുന്നത് യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ എന്നാണ് വരുന്നത്. ഓക്കെ, ജനറൽ ഫോം ആണ് ഡബ്ല്യു ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ, കാരണം എക്സ് വൈ ഫംഗ്ഷൻസ് ആയിരിക്കും അവിടെ കിട്ടുന്നത്, പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ. ഓക്കെ, റിയൽ പാർട്ട് എന്ന് പറയുന്നത് യു ആയിരിക്കും, ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് വി ആയിരിക്കും. എന്തിന്റെ? ഡബ്ല്യുവിന്റെ. ഓക്കെ, എഫ് ഓഫ് ഇസഡിന്റെ. ദെൻ നെക്സ്റ്റ് ഫോം എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് ബാർ. ഇതെല്ലാം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. പ്രോബ്ലംസ് ചെയ്യാൻ നേരത്തെ നമുക്ക് ഇതെല്ലാം ആവശ്യമായിട്ട് വരുന്നതാണ്. റിയൽ പാർട്ട് എന്താണ്, ഇമാജിനറി പാർട്ട് എന്താണ് എന്നുള്ളത്. ഓക്കെ, എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് ബാർ. ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസഡിന്റെ കോൺജുഗേറ്റ്. ഇസഡ് എന്താണ്? ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ് ആണല്ലോ. ദെൻ ഇസഡ് ബാർ എന്തായിരിക്കും? കോൺജുഗേറ്റ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ അല്ലെ. ഇമാജിനറി പാർട്ടിന്റെ സൈനിന് ചേഞ്ച് ആക്കുന്നു. ഓക്കെ, പ്ലസ് ആയിരുന്നത് മൈനസ് ആവും. ഓക്കെ, സോ ഇസഡ് ബാർ എന്ന് പറയുന്നത് എക്സ് മൈനസ് ഐ വൈ ആണ്. എഫ് ഓഫ് ഇസഡ് എന്താണ്? യു പ്ലസ് ഐ വി ആണ്. യു പ്ലസ് ഐ വി ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു യു എന്താണ്? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ കമ്പയർ ചെയ്യുന്നു. യു ഈക്വൽ ടു എക്സ് എന്നും കിട്ടും, വി ഈക്വൽ ടു മൈനസ് വൈ എന്നും കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് റിയൽ പാർട്ടിനെയും ഇമാജിനറി പാർട്ടിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പൊ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് ആവുന്ന കേസിൽ യു എന്ത് കിട്ടി? എക്സ് കിട്ടി, വി എന്ത് കിട്ടി? വൈ കിട്ടി. ഇസഡ് ബാർ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഇസഡ് കോൺജുഗേറ്റ് ആവുന്ന സമയത്ത് യു ഈക്വൽ ടു എക്സ് എന്നും കിട്ടി, വി ഈക്വൽ ടു മൈനസ് വൈ എന്നും കിട്ടുന്നു. ഓക്കെ, then next function f of z is equal to z square. f of z is equal to z square. f of z എന്ന് പറഞ്ഞാൽ u plus ib ആണ്, z എന്ന് പറഞ്ഞാൽ x plus iy ആണ്, x plus iy the whole square which is equal to x square minus y square. എന്തുകൊണ്ടാണ്? a plus b the whole square is equal to a plus b the whole square is equal to a square plus 2ab plus b square. ഓക്കെ, അപ്പൊ എങ്ങനെയാ വരിക? ഇത് എക്സ് സ്ക്വയർ പ്ലസ് 2xiy 2ixy. ഓക്കെ, ഐ എന്ന് പറഞ്ഞ ഇമാജിനറി പാർട്ട് ആയതുകൊണ്ട് ആദ്യം ഇട്ടു i ഇൻറ്റു 2xy പ്ലസ് iy സ്ക്വയർ iy the whole square. i സ്ക്വയർ എന്താണ്? ദാറ്റ് മീൻസ് i സ്ക്വയർ ഇൻറ്റു y സ്ക്വയർ. i സ്ക്വയർ എന്താണ്? -1. ഓക്കെ, സോ മൈനസ് വൈ സ്ക്വയർ. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്, മൈനസ് വൈ സ്ക്വയർ. ഇത് എന്തിനാണ് ഇങ്ങനെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ പാർട്ടിനെ ഇമാജിനറി പാർട്ടിനെ മാറ്റാൻ വേണ്ടില്ല. ഇത് ഇത്രയും റിയൽ പാർട്ട് അല്ലേ, ഹൈ ടേംസ് ഇല്ലല്ലോ, റിയൽ പാർട്ടാണ്. സോ യു എന്ന് പറയുന്നത് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ കിട്ടും.
ഇമാജിനറി പാർട്ട് എന്താണ്? I into 2xy. അപ്പം v എന്തായി? 2xy. ഓക്കെ, അപ്പം നമുക്ക് f of z is equal to z square നിന്ന് റിയൽ പാർട്ട് എന്ത് കിട്ടി? x square minus y square എന്നും കിട്ടി. ഇമാജിനറി പാർട്ട് നമുക്ക് കിട്ടിയത് 2xy. ഓക്കെ, then next term f of z is equal to 1 by z. 1 by z. 1 by z എന്ന് പറയുമ്പോൾ 1 by x plus iy. ഡിനോമിനേറ്ററിലാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുക? കോൺജുഗേറ്റ് എടുത്ത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. എങ്കിലല്ലേ നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പൊ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം x minus iy divided by x plus iy into x minus iy. ഇത് നോക്ക്, a plus b into a minus b ഫോം അല്ലേ? അപ്പൊ എന്താ ആൻസർ വരിക? a square minus b square which is equal to x minus iy divided by a square x into x, x square minus b square. b എന്താണ്? മൈനസ് സോറി i y ആണ് അല്ലേ? മൈനസ് ഇൻറ്റു i y ഹോൾ സ്ക്വയർ. i y സ്ക്വയർ എന്താണ്? i സ്ക്വയർ y സ്ക്വയർ മൈനസ് y സ്ക്വയർ ആണ്. അപ്പൊ മൈനസും മൈനസും കൂടെ എന്താവും? പ്ലസ് ആവും. x മൈനസ് i y ഡിവൈഡഡ് ബൈ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. ഓക്കെ, അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? x ബൈ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ മൈനസ് ഓഫ് i into y by x square plus y square. ഈ രണ്ട് ടേമിനും കോമൺ ഡിനോമിനേറ്റർ അല്ലേ? അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. x by x square plus y square മൈനസ് i into y by x square plus y square എന്ന് എഴുതാൻ പറ്റും. ഇനി എന്ത് ചെയ്യണം? അതിനെ റിയൽ പാർട്ടിനും ഇമാജിനറി പാർട്ടുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, സോ u ഈക്വൽ ടു x by x square plus y square and v is equal to minus y by x square plus y square. Then next function f of z is equal to e raised to z. e raised to z ആണ് വരുന്നത്. അപ്പൊ u plus iv equal to e raised to z എന്താണ്? x plus iy. e raised to x plus iy അതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? e raised to x into e raised to iy. എന്താ അതെങ്ങനെ പറയാം? e raised to a plus b is equal to e raised to a into e raised to b. ഓക്കെ, ആ ഫോർമുല ഇത്. e raised to x into e raised to iy which is equal to e raised to I theta. e raised to I theta equal to cos theta plus I sin theta. ഓക്കെ, അപ്പൊ ആ എക്സ്പാൻഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. cos y, ഇത് e raised to I y ആണ്. സോ cos y plus I sin y. അകത്തോട്ട് e raised to x ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പൊ e raised to x into cos y പ്ലസ് i into e raised to x into sin y എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക? റിയൽ പാർട്ടിനെ ഇമാജിനറി പാർട്ടിനെ മാറ്റുക. റിയൽ പാർട്ട് u ഈക്വൽ ടു e raised to x cos y and v ഈക്വൽ ടു e raised to x sin y. അപ്പൊ നമ്മൾ ഈ ഫംഗ്ഷൻസിന്റെ എല്ലാം റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. അത് ഓർത്തിരിക്കുകയും കൂടെ വേണം. ഓക്കെ, then next is f of z is equal to sin z. Okay, sin z. z എന്ന് പറഞ്ഞ x plus iy ആണ്. sin a plus b എന്താ വരിക? sin a cos b plus cos a sin b. sin a plus b ഫോം ആണ്. sin a cos b plus cos a sin b. അപ്പൊ എന്താ? a എന്ന് പറയുന്നത് x ആണ്, b എന്ന് പറഞ്ഞാൽ മൈനസ് y ആണ്. sin x into cos iy plus cos x into sin iy. ഈ ഐ ടേം ഇമാജിനറി പാർട്ടും കൂടെ അവിടെ വരുന്നതിനെ നമുക്ക് ഹാർമോണിക്കിലോട്ട് മാറ്റാം. sin x into cos hy plus i into cos x into sin hy. ഇനി ഇവിടെ നിന്നും നമ്മൾ റിയൽ പാർട്ടിനെ ഇമാജിനറി പാർട്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. u ഈക്വൽ ടു sin x into cos hy and v is equal to cos x into sin hy. Then next term is f of z is equal to log z. log of x plus iy. Then നമുക്ക് ഇവിടുന്ന് കറക്റ്റ് ലോഗ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആന്റി ലോഗ് എടുക്കുന്നു. ആന്റി ലോഗ് എടുക്കുമ്പോൾ ഇതെന്താവും? x plus iy ആവും. ഓക്കെ, e raised to log ടേം എന്ന് പറയുന്നത് ആ ടേം തന്നെ കിട്ടും. അപ്പൊ x plus iy കിട്ടും. ഇത് e raised to u plus iv ആവും. സോ e raised to u plus iv ആണ് നമ്മൾ ഇവിടെ സോൾവ് ചെയ്യുന്നത്. എന്നിട്ട് നേരെ തിരിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇതേപോലെയൊക്കെ ഒരു പ്രോബ്ലം ആയിരുന്നു നമ്മൾ തൊട്ട് മുമ്പ് ഇവിടെ ചെയ്തത്. പക്ഷെ ഇവിടെ എക്സും വൈയുടെയും ടേമിൽ തന്നെയായിരുന്നു വന്നിരുന്നത്. ഇവിടെ നമുക്ക് എന്തുകൊണ്ടാണ് എക്സിന്റെയും വൈയുടെയും ടേമിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റാത്തത്? കാരണം
ലോഗ് ഓഫ് എക്സ് പ്ലസ് ഐ ബൈ ആണ് കിട്ടിയിരിക്കുന്നത്. അതിന് നമുക്ക് ഡയറക്ട്ലി സെപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ പ്രയാസമാണ്. അപ്പൊ എന്ത് പറ്റുന്നു, നമ്മൾ ആന്റിലോഗ് എടുക്കുന്നു, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഫോമിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്ത് മാറ്റുവാണ്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ആന്റിലോഗ് എടുത്തു. അപ്പൊ ആന്റിലോഗ് എടുക്കുമ്പോൾ ഇത് എക്സ് പ്ലസ് ഐ ബൈ ആയിട്ട് മാത്രം വരുന്നു. ഇതെന്താവും, ഇ റൈസ് ടു ആവും, ഇ റൈസ് ടു യു പ്ലസ് ഐ ബി. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇ റൈസ് ടു യു ഇൻറ്റു ഇ റൈസ് ടു ഐ വി ഫോം ആയി. ഇ റൈസ് ടു യു ഇൻറ്റു കോസ് വി പ്ലസ് ഐ സൈൻ വി അല്ലെ, ഐ വി ആണ് ഇവിടെ. സോ കോസ് വി പ്ലസ് ഐ സൈൻ വി വരും. ദെൻ ഇവിടെ നിന്നും എക്സ് എന്ത് കിട്ടും, എക്സ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു യു കോസ് വി എന്നും വൈ ഈക്വൽ ടു ഇ റൈസ് ടു യു സൈൻ വി എന്നും കിട്ടും. പക്ഷെ നമുക്ക് എന്താണ് വേണ്ടത്, യുവും വിയും അല്ലേ, എക്സും വൈയും അല്ലല്ലോ. ഡബ്ല്യു പ്ലെയിനിലെ യുവിന്റെ വാല്യൂവും വിയുടെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മളുടെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും. സോ നമ്മൾ അതിനെ ആ ഒരു ഫോമിലോട്ട് മാറ്റാൻ വേണ്ടി ഈ ടേംസിൽ നിന്ന്, എക്സിന്റെ ടേമിൽ നിന്നും വൈയുടെ ടേമിൽ നിന്നും എങ്ങനെയെങ്കിലും യുവിനെയും വിയെയും എലിമിനേറ്റ് ചെയ്ത് ഇക്വേറ്റ് ചെയ്ത് നമ്മൾ യു ഈക്വൽ ടു എന്നും വി ഈക്വൽ ടു എന്നും മാറ്റാൻ ശ്രമിക്കണം. ഓക്കെ, അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഒരു ഇക്വേഷൻ എടുക്കുന്നു. നോക്കിയോ, ഇത് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ടേം മാത്രം ആവില്ലേ, ഇല്ലേ? സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ടേം മാത്രം കിട്ടും. ദെൻ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലോ വിയുടെ ടേം മാത്രം കിട്ടും. അപ്പൊ നമുക്ക് അതിനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് സ്ക്വയറിംഗ് ആൻഡ് ആഡിങ്, സ്ക്വയറിംഗ് ആൻഡ് ആഡിങ്. പിന്നെന്തായിരുന്നു സെക്കൻഡ് എന്ന് പറഞ്ഞ, ഫസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് സ്ക്വയർ ചെയ്തു ആഡ് ചെയ്യുന്നു. ദെൻ രണ്ടാമത് എടുക്കുന്നത് ഡിവൈഡിങ്. ഓക്കെ, അപ്പൊ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്തപ്പോഴത്തേക്ക് ഇത് എക്സിന്റെ ടേം എന്തായി, എക്സ് സ്ക്വയർ ആയി. ഇവിടെ എന്തായി, ഇ റൈസ് ടു 2u ആയി. ഇ റൈസ് ടു യു ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു 2u ആണ്. കോസ് സ്ക്വയർ വി ആയി. ദെൻ ഇത് വൈ സ്ക്വയർ ഈക്വൽ ടു ഇ റൈസ് ടു 2u സൈൻ സ്ക്വയർ വി ആയി. ആഡ് ചെയ്യുമ്പോഴോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആവും ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിൽ ഇ റൈസ് ടു 2u ഇൻറ്റു കോസ് സ്ക്വയർ വി പ്ലസ് ഇ റൈസ് ടു 2u ഇൻറ്റു സൈൻ സ്ക്വയർ വി എന്ന് കിട്ടും. അപ്പൊ ഇ റൈസ് ടു 2uവിനെ നമുക്ക് കോമൺ എടുക്കാം. ബാലൻസ് വരുന്നത് കോസ് സ്ക്വയർ വി പ്ലസ് സൈൻ സ്ക്വയർ വി. എന്താണ് വാല്യൂ, 1 ആണ്. അതുകൊണ്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു ഇ റൈസ് ടു 2u എന്ന് നമുക്ക് എടുക്കാൻ പറ്റും, ഇല്ലേ? അപ്പൊ നമുക്ക് യു കണ്ടുപിടിക്കണ്ടേ. യു എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഇതിന്റെ ലോഗ് എടുക്കണം. നേരത്തെ നമ്മൾ ചെയ്തതിനെ പോലെ നേരെ തിരിയുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇവിടെ ലോഗ് എടുക്കുമ്പോഴത്തേക്ക് ഇത് ലോഗ് ഓഫ് ഇ റൈസ് ടു 2u വരും. എന്ത് കിട്ടും, 2u എന്ന് കിട്ടും. അപ്പൊ ഇതെന്താവും, ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ദെൻ ഇ റൈസ് ടു 2u, 2u ഈക്വൽ ടു ആണ്, 2u ഈക്വൽ ടു ആണ് ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കിട്ടുന്നത് അല്ലേ. ദെൻ യു എന്താവും, 1/2 ഇൻറ്റു ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ നമ്മളായിട്ട് എന്താ എടുക്കുന്നത്, ഡിവൈഡ് ചെയ്യുക. രണ്ട് ഇക്വേഷൻസ് തമ്മിൽ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അപ്പം ഒന്നെങ്കിൽ എക്സ് ബൈ വൈ അല്ലെങ്കിൽ വൈ ബൈ എക്സ് ചെയ്യുന്നു. നമുക്ക് അറിയാവുന്ന ടേംസിലോട്ട് അല്ലെങ്കിൽ അറിയാവുന്ന ഇക്വേഷനിലോട്ട് മാറ്റുകയാണ്. അപ്പൊ ഇതെന്താ ചെയ്യുന്ന, വൈ ബൈ എക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. കാരണം വൈ ബൈ എക്സ് ചെയ്യുമ്പോൾ സൈൻ ബൈ കോസ് എന്താവും, ടാൻ ആവും അല്ലെ, ടാൻ വി എന്ന് കിട്ടും. ഇത് ഇ റൈസ് ടു യുവും ഈ ഇ റൈസ് ടു യുവും ക്യാൻസൽ ആയിപ്പോവും. ഓക്കെ, അപ്പൊ ടാൻ വിയുടെ ടേംസിൽ നമുക്ക് അറിയാവുന്ന ഒരു ടേംസിലോട്ട് മാറ്റിയതാണ് വൈ ബൈ എക്സ്. വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ വി. ഓക്കെ, ടാൻ വി. സോ വി ഈക്വൽ ടു എന്താവും, ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കിട്ടി. അപ്പൊ നമുക്ക് ആ ലോഗ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈക്വൽ ടു 1/2 ഇൻറ്റു ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ്. ഇത് നമ്മുടെ യു ടേം, ഇത് നമ്മുടെ വി ടേം. നെക്സ്റ്റ് ഈസ് ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി. ഓക്കെ, ഇതിനകത്ത് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന പോർഷനകത്ത് നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾക്ക് ഇനി പഠിക്കാൻ പോകുന്ന CR ഇക്വേഷൻസ്, കോഷി-റീമാൻ ഇക്വേഷൻസ് യൂസ് ചെയ്ത് നമ്മൾ ഡിഫറൻഷ്യലബിൾ ആണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ഈ ലിമിറ്റ്സും കണ്ടിന്യൂറ്റിയും തമ്മിൽ വലിയ ചേഞ്ച് ഒന്നുമില്ല. കൺസെപ്റ്റ് ഓഫ് ലിമിറ്റ് ഇസ് ഡിഫൈൻഡ് ഇൻ കോംപ്ലക്സ് അനാലിസിസ് ജസ്റ്റ് ആസ് ഇൻ റിയൽ അനാലിസിസ്. ദസ് limit z tends to z0, f of z is equal to w0 means for every epsilon greater than 0 there is a delta greater than 0 such that 0 less than modulus of z minus z0 less than delta implies
modulus of z f of z minus w0 less than epsilon. അപ്പം നമ്മൾ ഇസഡ് പ്ലെയിനകത്ത് ഒരു വാല്യൂ, എപ്സിലോൺ എന്ന് പറയുന്ന ഒരു വാല്യൂ എടുക്കുന്നു. ആ എപ്സിലോൺ വാല്യൂ എന്ന് പറയുന്നത് 0യെക്കാളും ഗ്രേറ്റർ ആണ് എന്നുള്ള കൺസെപ്റ്റ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ 0യെക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ യു വി പ്ലെയിനകത്ത്, ഇത് നമ്മൾ ഇസഡ് പ്ലെയിനിലാണ് എടുത്തിരിക്കുന്നതെങ്കിൽ, എപ്സിലോൺ നമ്മൾ ഇസഡ് പ്ലെയിനിലാണ് എടുത്തിരിക്കുന്നതെങ്കിൽ യു വി പ്ലെയിനിൽ ഡെൽറ്റ എന്ന് പറയുന്ന വാല്യൂ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു വാല്യൂ വരുന്നു. ആ വാല്യൂവും എന്തായിരിക്കും? 0യെക്കാളും ഗ്രേറ്റർ ആയിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. Then അതിന് വേണ്ടുന്നത് ലിമിറ്റ് z ടെൻസ് ടു z0 f of z is equal to w0. ഈ w0ക്ക് പകരം l എന്ന് പറയുന്ന ടേമും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, then ഇതെന്ന് പറയുന്നത് 0 ലെസ് ദാൻ മോഡുലസ് ഓഫ് z മൈനസ് z0 ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡുലസ് ഓഫ് f of z മൈനസ് w0. w0ക്ക് പകരം l വിടാം. ഓക്കെ, എല്ലും യൂസ് ചെയ്യാം. w0 ലെസ് ദാൻ എപ്സിലോൺ. Then, as in real analysis, a function w equal to f of z is said to be continuous at z0 if limit z tends to z0 f of z is equal to f of z0. അപ്പം നമ്മുടെ ലിമിറ്റും കണ്ടിന്യൂറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ മാത്രമേ ഉള്ളൂ. ഇത് w0 അല്ലെങ്കിൽ l എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നു. ആ വാല്യൂ അല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഇത് f of z0 എന്നുള്ള വാല്യൂ ആണ് വന്നിരിക്കുന്നത്. ഇൻ അതർ വേർഡ്സ്, given epsilon greater than 0, there exists delta greater than 0 such that modulus of f of z minus f of z0 less than epsilon whenever modulus of z minus z0 less than delta. As in real analysis, sum, difference, product, composition and quotient with the denominator not equal to 0 of continuous functions are continuous. അപ്പം നമ്മൾക്ക് ഇവിടെ പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് പറയുന്ന ഒരു എഫ് ഓഫ് ഇസഡ്, ആ എഫ് ഓഫ് ഇസഡിന്റെ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു z0 എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഒരു വാല്യൂവിനോട് ഈക്വൽ ആയിട്ട് എടുക്കുന്നു. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എങ്കിൽ അതിന്റെ ഇസഡ് പ്ലെയിനിൽ എപ്സിലോൺ എന്ന് പറയുന്ന ഒരു പോയിന്റ് വരുന്നു. ആ പോയിന്റ് 0യെക്കാളും ഗ്രേറ്റർ ആണെന്നുള്ള കൺസെപ്റ്റ് എടുക്കുന്നു. ഈ എപ്സിലോണും ഡെൽറ്റയും ഒക്കെ അതേപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അല്ലാതെ വേറെ വാല്യൂ 1 എന്നോ 2 എന്നോ പറഞ്ഞുകൊണ്ട് നമ്മൾ എടുക്കുന്നതല്ല. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള ഒരു വാല്യൂ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ യു വി പ്ലെയിനിൽ അല്ലെങ്കിൽ ഡബ്ല്യു പ്ലെയിനിൽ ഡെൽറ്റ എന്ന് പറയുന്ന ഒരു വാല്യൂ ഇതേപോലൊക്കെ തന്നെ 0യെക്കാളും ഗ്രേറ്റർ ആയിട്ട് തന്നെ കറസ്പോണ്ടിങ് വാല്യൂ കിട്ടും എന്നുള്ള കൺസെപ്റ്റ് ആണ് ലിമിറ്റിനകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ആവുമ്പോഴാണ് ഈ ഒരു ടേമും കൂടെ കിട്ടുന്നത്. ഇതാണ് അതിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് നമ്മൾ എഴുതുന്നത്. 0 ലെസ് ദാൻ മോഡുലസ് ഓഫ് z മൈനസ് z0 ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡുലസ് ഓഫ് f ഓഫ് z മൈനസ് w0 ലെസ് ദാൻ എപ്സിലോൺ. അപ്പൊ നമ്മൾ കണ്ടിന്യൂറ്റിയിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ്? സെയിം ഫംഗ്ഷൻ തന്നെ, ലിമിറ്റ് z ടെൻസ് ടു z0 f of z equal to f of z0. ഈ എഫ് ഓഫ് z0 കിട്ടുന്ന ടേമിലും എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതേപോലെ തന്നെ ഡെൽറ്റ എടുക്കുകയാണെങ്കിൽ ഡെൽറ്റയും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനകത്ത് കോഷ്യന്റ് 0 ആവില്ല. അതുപോലെ തന്നെ ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവില്ല. ഡിനോമിനേറ്റർ 0 ആവുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എലിമിനേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, മൂവിങ് ടു ആൻ എക്സാമ്പിൾ. Show that the function f of z is equal to z bar by z does not have a limit as z tends to 0 and hence not continuous at z equal to 0. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ f of z എന്ന് പറയുന്നത് z bar by z ആണ്. അതിന് z tends to 0യിൽ ഒരു ലിമിറ്റ് ഇല്ല എന്നും കാണിക്കണം. കൂടാതെ എന്ത് വേണം? It is not continuous at z equal to 0. ഇത് z equal to 0യിൽ കണ്ടിന്യൂസ് ആവുന്നില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ നേരത്തെ ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റിയുടെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഇതിന്റെ ഡിനോമിനേറ്റർ എന്താവാൻ പാടില്ല എന്ന്, 0 ആവാൻ പാടില്ല എന്ന് പറയുന്നു. ഇപ്പൊ അവർ തന്നിരിക്കുന്ന ലിമിറ്റ് എവിടെ തൊട്ട് എങ്ങോട്ടാണ്? z ടെൻസ് ടു 0 ആണ് അല്ലെ, അല്ലെങ്കിൽ z ഈക്വൽ ടു 0. ആ പോയിന്റ് ആണ് നമ്മുടെ ലിമിറ്റിനകത്ത് വരുന്നത്. അപ്പൊ ഈ 0 ഈ എഫ് ഓഫ് ഇസഡിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഡിനോമിനേറ്റർ എന്താവും? 0 ആവത്തില്ലേ? z 0 അല്ലേ?
സോ z0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x0 y0 എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താവുന്നു? അത് ടോട്ടലി 0 ആയി പോകുന്നു. അപ്പൊ അങ്ങനെ ആവാൻ നമുക്ക് പാടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു കൺസെപ്റ്റിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ f of z is equal to z bar by z ആണ്, which is equal to x minus iy. നമുക്കറിയാമല്ലോ z bar എന്താന്ന്? x minus iy by x plus iy ഫോമിലോട്ട് മാറ്റി. Then നമ്മൾ എടുക്കുന്ന കൺസെപ്റ്റ് let z tends to 0 along the line y is equal to mx. അപ്പൊ നമ്മൾ എടുക്കുന്ന ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത് y equal to mx എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിലോട്ടാണ് ഈ z tends to 0 എന്ന് പറയുന്ന ലിമിറ്റ് പോകുന്നത് എന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഓർക്കണം y equal to mx. ഈ y equal to mx നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പൊ ഫുള്ളി എക്സിന്റെ ടേംസിലോട്ട് മാറ്റുമല്ലോ. അങ്ങനെ എക്സിന്റെ ടേംസിലോട്ട് നമ്മൾ ഇത് മാറ്റുന്നു. എന്നിട്ട് ലിമിറ്റിന്റെ വാല്യൂ കൊടുക്കുന്നു. ഓക്കെ, then limit z tends to 0 f of z equal to limit ഇത് എന്തിന്റെ മാത്രം ടേംസിലോട്ട് മാറി? എക്സിന്റെ മാത്രം ടേംസിലോട്ട് മാറ്റി. സോ x tends to 0 നാവും ലിമിറ്റ് x minus imx divided by x plus imx. ഓക്കെ, ഇവിടെ നിന്ന് x കോമൺ അല്ലേ? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സിനെ കോമൺ എടുക്കുന്നു, ക്യാൻസൽ ചെയ്ത് കളയുന്നു. സോ 1 minus im divided by 1 plus im. ഓക്കെ, അങ്ങനെ കിട്ടി. അപ്പൊ നോക്കിയേ, ഇതിനകത്തല്ലേ എമ്മിന്റെ ടേംസ് അല്ലേ? എം എന്ന് പറയുന്നത് പല വാല്യൂസ് ആവാം. 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, പോയിന്റ് ആവാം, അങ്ങനെ എത്ര വാല്യൂസ് വേണമെങ്കിലും വരാം. അപ്പോ ദിസ് വാല്യൂ ഇസ് ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് വാല്യൂസ് ഓഫ് എം. നമുക്കത് മനസ്സിലാവും. ഹെൻസ് f of z does not have a limit as z tends to 0. z tends to 0 എന്ന് പറയുന്നതിനകത്ത് ഒരു ലിമിറ്റ് f of z ന് കിട്ടത്തില്ല. കാരണം ഇത് എമ്മിനെ ഡിപ്പെൻഡ് ചെയ്താണ് വന്നിരിക്കുന്നത് അല്ലേ? എക്സിനെയോ വൈയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്തല്ല, എമ്മിനെ ഡിപ്പെൻഡ് ചെയ്താണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇസഡിന് അവിടെ ഒരു ലിമിറ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആൻഡ് ഹെൻസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് z ഈക്വൽ ടു 0. അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ലെങ്കിൽ അവിടെ അത് കണ്ടിന്യൂസും അല്ല, കാരണം എമ്മിനെ ഡിപ്പെൻഡ് ചെയ്താണ് വന്നിരിക്കുന്നത്. അപ്പൊ ഡിനോമിനേറ്റർ 0 ആണ്. ഈ ഒരു കേസിൽ കണ്ടിന്യൂസ് അല്ല എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തത് എന്താണ്? y is equal to mx എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ കൺസിഡർ ചെയ്തു. കൺസിഡർ ചെയ്തിട്ട് എക്സിന് വൈക്ക് പകരം mx എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. y ഈക്വൽ ടു mx എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ടേം അല്ലെങ്കിൽ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് എമ്മിന്റെ ടേംസിൽ കിട്ടിയിരിക്കുന്നു. എമ്മിന്റെ ടേംസിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എമ്മിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് അതിന്റെ വാല്യൂ വരുന്നത്. അത് കാരണം അവിടെ അതിന് ലിമിറ്റ് ഇല്ല. ആ ലിമിറ്റ് ഇല്ലാത്ത ആ അവസ്ഥയും അതുപോലെ തന്നെ എമ്മിനെ ഡിപ്പെൻഡ് ചെയ്ത് വന്നിരിക്കുന്നത് കാരണം അത് നോട്ട് കണ്ടിന്യൂസ് എന്നും പറയുന്നു. ഓക്കെ, then next is differentiability. Okay, limit, continuity and differentiability. Definition: let f be a complex function defined in a region D and let z belongs to D, or then f is said to be differentiable at z if limit h tends to 0 f of z plus h minus f of z divided by h exists and is finite. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യബിൾ ആവാൻ ഉള്ള ഒരു കണ്ടീഷനാണ് ഇത്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, ഈ എച്ചിന് പകരം ഡെൽറ്റ ഇസഡ്, എ സ്മോൾ ചേഞ്ച് ഇൻ ഇസഡ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഡെൽറ്റ ഇസഡ് എന്നും ചെയ്യാവുന്നതേ ഉള്ളൂ. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് ഇസഡ് ബൈ എച്ച് എക്സിസ്റ്റ് ആൻഡ് ഈസ് ഫൈനൈറ്റ്. This limit is denoted by f dash of z. കാരണം എന്താണ്? ഇത് ഡിഫറൻഷ്യബിൾ അല്ലേ? ഇസഡിന്റെ ഡിഫറൻഷ്യബിൾ ആവാനുള്ള അല്ലെങ്കിൽ എഫ് ഓഫ് ഇസഡ് ഡിഫറൻഷ്യബിൾ ആവാനുള്ള കണ്ടീഷൻ ആണ് ഇത്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് ഇസഡിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, എഫ് ഡാഷ് ഓഫ് ഇസഡ് ഓർ ഡി എഫ് ബൈ ഡി ഇസഡ് ആൻഡ് ഈസ് കോൾഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ്. ഇപ്പൊ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് z plus h minus f of z divided by h. The function is said to be differentiable in D if it is differentiable at all points of D. Okay. Example: the function f of z is equal to z square is differentiable at every point and f dash of z is equal to 2z. അപ്പോൾ നമ്മളിടയ്ക്ക് പറഞ്ഞു ഫംഗ്ഷൻ f of z എന്ന് പറയുന്നത് z സ്ക്വയർ ആണ്. അത് എല്ലാ പോയിന്റിലും ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു.
അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ഡിഫറൻഷ്യബിളിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? എഫ് ഡാഷ് ഓഫ് ഇസഡ് ആയിരിക്കില്ലേ? ആ എഫ് ഡാഷ് ഓഫ് ഇസഡിന്റെ വാല്യൂ 2z ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ലിമിറ്റ് നമുക്ക് ചെയ്യാനുള്ള ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് ഇസഡ് ബൈ എച്ച് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ഇതിനകത്ത് വരുന്ന വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിക്കുന്നു. ഓക്കെ, എഫ് ഓഫ് ഇസഡ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് ഇസഡ് ബൈ എച്ച്. എഫ് ഓഫ് ഇസഡ് പ്ലസ് എച്ച് എങ്ങനെ കണ്ടുപിടിക്കും? എഫ് ഓഫ് ഇസഡ് ഇസഡ് സ്ക്വയർ ആണ്. അപ്പൊ ഇസഡ് പ്ലസ് എഫ് ഓഫ് ഇസഡ് പ്ലസ് എച്ച് എന്താവും? ഇസഡ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. സോ ഇസഡ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ ബൈ എച്ച്. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പം ഇസഡ് സ്ക്വയർ പ്ലസ് 2zh പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വരില്ലേ? അപ്പം ഈ ഇസഡ് സ്ക്വയറും ക്യാൻസൽ ആയി പോകും. ഈ രണ്ട് ടേമിൽ എച്ച് കോമൺ ആണ്. സോ എച്ചും ഡിനോമിനേറ്ററിൽ എച്ചും തമ്മിൽ ക്യാൻസൽ ആയി പോകും. 2z പ്ലസ് എച്ച് എന്ന് നമുക്കിവിടെ കിട്ടുന്നു. ദെൻ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് h ടെൻസ് ടു 0. ഇപ്പൊ ഇവിടെ ഡിനോമിനേറ്ററിൽ നമുക്ക് 0 ആവുന്നില്ലല്ലോ, ഡിനോമിനേറ്ററിൽ എച്ച് ഇല്ല. അത് കാരണം ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് ഇസഡ് ബൈ എച്ച് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 2z പ്ലസ് എച്ച്. എന്തുകൊണ്ടാണെന്നറിയാമല്ലോ, ഇത് നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 2z പ്ലസ് എച്ച് ആണ്. അതിനകത്തോട്ട് എച്ചിന് നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ ആൻസർ വി വിൽ ഗെറ്റ് 2z. ഓക്കെ, ഇതെന്താണ്? ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് ഇസഡ് ബൈ എച്ച് എഫ് ഡാഷ് ഓഫ് ഇസഡ് ആണ്. സോ എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു 2z. ഞാൻ ഈ ഇക്വേഷൻസ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങളത് മനസ്സിലാക്കാനും നിങ്ങളത് ഓർത്തിരിക്കാനും വേണ്ടിയാണ്. ഓക്കെ, ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ഇസഡ് ആണ്. സോ നമുക്ക് ആൻസർ 2z എന്ന് കിട്ടി. ഇതല്ലേ അവർ ചോദിച്ചിരിക്കുന്ന പ്രൂഫ്. ഓക്കെ, then next example, the function f of z is equal to z bar is nowhere differentiable. ഇപ്പൊ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് നമുക്കത് പ്രൂവ് ചെയ്യണം. അപ്പൊ എന്ത് വേണം? എഫ് ഓഫ് ഇസഡ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് ഇസഡ് ബൈ എച്ച് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് ബാർ ആണ്. ദെൻ എഫ് ഓഫ് ഇസഡ് പ്ലസ് എച്ച് എന്താവും? ഇസഡ് പ്ലസ് എച്ച് ഹോൾ ബാർ. ഓക്കെ, ഇസഡ് പ്ലസ് എച്ച് ദ ഹോൾ ബാർ മൈനസ് ഇസഡ് ബാർ. ഇസഡ് പ്ലസ് എച്ച് ദ ഹോൾ ബാർ അല്ലെങ്കിൽ എ പ്ലസ് ബി ദ ഹോൾ ബാർ ഈക്വൽ ടു എ ബാർ പ്ലസ് ബി ബാർ എന്ന് എഴുതാം. അതാണ് ഇസഡ് ബാർ പ്ലസ് എച്ച് ബാർ മൈനസ് ഇസഡ് ബാർ ബൈ എച്ച് എന്ന് കിട്ടിയേക്കുന്നത്. അപ്പൊ ഈ ഇസഡ് ബാറും ക്യാൻസൽ ആയി പോവല്ലോ, എച്ച് ബാർ ബൈ എച്ച് എന്ന് കിട്ടുമല്ലോ. ദെൻ ലിമിറ്റ് h ടെൻസ് ടു 0 എച്ച് ബാർ ബൈ എച്ച് അത് എക്സിസ്റ്റ് ആവുമോ? ഇല്ല. നമ്മൾ കണ്ടിന്യൂറ്റിയുടെയും ലിമിറ്റിന്റെയും ഒക്കെ കാര്യം പറഞ്ഞപ്പോഴേ പറഞ്ഞിരുന്നു, ഡിനോമിനേറ്റർ ഒരിക്കലും നമുക്ക് എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. അപ്പൊ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ 0 ആയി പോകുന്നു. അപ്പൊ അങ്ങനെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവോ? ഇല്ല. അങ്ങനെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് അതെന്ത് പറ്റുന്നു? നോവെയർ ഡിഫറൻഷ്യബിൾ അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് കോഷി-റീമാൻ ഇക്വേഷൻ അല്ലെങ്കിൽ CR ഇക്വേഷൻ നമ്മൾ പറയും. കോഷി-റീമാൻ ഇക്വേഷൻ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇനിയുള്ള പോർഷൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. CR ഇക്വേഷൻ സിമ്പിൾ ആണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റും ആണിത്. ഓക്കെ, നമുക്ക് ഈ കോഷി-റീമാൻ ഇക്വേഷൻ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ് ഇതിനകത്ത്. അതായത് കോംപ്ലക്സ് ഡിഫറൻസിയേഷന്റെ അനാലിസിസ് എല്ലാം ചെയ്യാൻ വേണ്ടി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കോഷി-റീമാൻ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻസിലോട്ട് എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളതിന്റെ ഡെറിവേഷൻ ആദ്യമേ നോക്കാം. ദെൻ let f of z is equal to u of xy plus I into v of xy. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. f of z എന്ന് പറയുന്ന ഫംഗ്ഷൻ w ആണ്. w എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u plus iv ആണ്. u എന്ന് പറയുന്നത് xy ഫംഗ്ഷൻ വരുന്നതാണ്. v എന്ന് പറയുന്നതും xy ഫംഗ്ഷൻസ് വരുന്നതാണ്. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. f of z is equal to u of xy plus I into v of xy. b differentiable at z. അത് ഇസഡില് ഡിഫറൻഷ്യബിൾ ആണ് എന്ന് എടുക്കുന്നു. ദെൻ എഫ് ഡാഷ് ഓഫ് ഇസഡ് എന്തായിരിക്കും? നമ്മൾ ഇക്വേഷൻ നേരത്തെ പഠിച്ചല്ലോ. ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് ഇസഡ് ബൈ
എച്ച് അല്ലേ? ഇവിടെ എച്ചിന് പകരം ഡെൽറ്റ ഇസഡ് എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. തമ്മിൽ തെറ്റൊന്നുമില്ല. ഇവിടെ ഡെൽറ്റ ഇസഡ് എന്ന് എടുത്തിരിക്കുന്നുള്ളൂ. ഇതിനകത്ത് കൺഫ്യൂഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡെൽറ്റ ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം തന്നെയാണ്. ഇവിടെ ഡെൽറ്റ ഇസഡ് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഡിറൈവ് ചെയ്യുമ്പോൾ എക്സിന്റെയും വൈയുടെയും വാല്യൂസ് ഒക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാനും അതിനകത്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഡെൽറ്റ ഇസഡ് എന്ന് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഇസഡ്, നമ്മളുടെ എഫ് ഡാഷ് ഓഫ് ഇസഡിന്റെ ഫോർമുല. ഓക്കെ, ദെൻ ഇതൊന്ന് പറയുന്നത് ഡെൽറ്റ ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇസഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഇസഡ് എന്തായിരിക്കും? ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ അല്ലെ? അപ്പൊ ഡെൽറ്റ ഇസഡിനകത്ത് വരുന്ന എക്സും വൈയും എന്തായിരിക്കും? ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും ആയിരിക്കും. സോ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ വൈ ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് എന്തായിരിക്കും? എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് എങ്ങനെ മാറും? യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആൻഡ് വൈ പ്ലസ് ഡെൽറ്റ വൈ എന്ന് കിട്ടും. എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് എന്നാണ് അല്ലെ? എഫ് ഓഫ് ഇസഡ് എന്താണ്? എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ് അല്ലെ? എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പൊ എന്ത് കിട്ടും? ഇവിടെ ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഡെൽറ്റ ഇസഡ് എന്താണ്? ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ ഐ ഇൻറ്റു ഡെൽറ്റ വൈ എന്ന് വരും. സോ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു വൈ പ്ലസ് ഡെൽറ്റ വൈ എന്ന് കിട്ടും. അതാണ് ഇവിടെ യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സും വൈ പ്ലസ് ഡെൽറ്റ വൈയും വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സും വൈ പ്ലസ് ഡെൽറ്റ വൈയും, അതായത് വൈയും എക്സിനകത്തും ഡെൽറ്റ എക്സിനും ഡെൽറ്റ വൈയുടെയും ടേംസും കൂടെ വരും എന്ന് പറഞ്ഞേക്കുന്നു. അപ്പോൾ എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് കിട്ടി മൈനസ് എഫ് ഓഫ് ഇസഡ്. എഫ് ഓഫ് ഇസഡ് എന്താണ്? യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഇസഡ്. ഡെൽറ്റ ഇസഡ് ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ. അപ്പൊ നമ്മൾ മെയിൻ ഇക്വേഷൻസിലോട്ട് വന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിനകത്ത് നിന്ന് റിയൽ പാർട്ടിനെ ഇമാജിനറി പാർട്ടിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുവാണ്. അപ്പൊ നോക്കിയേ, യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വൈ പ്ലസ് ഡെൽറ്റ വൈ, അത് ഈ ടേംസിനകത്ത് റിയൽ പാർട്ടാണല്ലോ. മൈനസ് യു ഓഫ് എക്സ് വൈ, ഇതിനകത്ത് റിയൽ പാർട്ട് അതല്ലേ ഉള്ളൂ. ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ, അതിനെ ഇങ്ങോട്ട് എടുത്തു. ഓക്കെ, പ്ലസ് ഐ ഇൻറ്റു ഇതിനകത്ത് ഇമാജിനറി പാർട്ട് വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വി ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ. സോ ഐ ഇൻറ്റു വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വി ഓഫ് എക്സ് വൈ ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ. അപ്പം നമ്മൾ ഈ ന്യൂമറേറ്ററിനകത്ത് റിയൽ പാർട്ടിനെ ഇമാജിനറി പാർട്ടിനെ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ദെൻ നമ്മുടെ ലിമിറ്റ് എന്ത് തന്നെയാണ്? ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ വൈ ടെൻസ് ടു 0. ഇനിയാണ് നമ്മൾ കുറച്ച് കണ്ടീഷൻസ് അല്ലെങ്കിൽ കുറച്ച് കേസസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ ഒരു കണ്ടിന്യൂറ്റി പ്രോബ്ലം ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഡിനോമിനേറ്റർ 0 ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ കേസിലോട്ടാണ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിലോട്ടാണ് ഇസഡ് ടെൻസ് ടു 0 y ഈക്വൽ ടു mx എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ കൺസിഡർ ചെയ്തിട്ട് അതിലോട്ടാണ് ഇസഡ് ടെൻസ് ടു 0